സമയം രാത്രി 11 മണി. ഒരു കത്തോലിക്ക വൈദികൻ മാർക്കറ്റിൽ ചുമട് ചുമക്കുന്നു. പച്ചക്കറിക്ക് വേണ്ടി പിച്ച തെണ്ടുന്നു. ചിലർ ഇല്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുന്നു. കച്ചവടക്കാരൻ്റെ ദയാപൂർവമുള്ള ഒരു നോട്ടത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നു. ചിലരാവട്ടെ പിന്നെ വരാൻ പറഞ്ഞ് ഒഴിവാക്കുന്നു. ചിലർ അച്ഛനു വേണ്ടി സാധനങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഏതായാലും തന്നവരെയും തരാത്തവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് അടുത്ത കടയിലേക്ക് പോകുന്നത്. വല്ലാത്ത നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച. ഈ രാത്രി ഈ വൈദികന്റെ പ്രവൃത്തി എന്തിനു വേണ്ടി എന്ന അന്വേഷണമാണ് കോയമ്പത്തൂർ ടൗണിനോട് ചേർന്ന് തുടിയൂരിലുള്ള സെങ്കാലിപ്പാളയത്തിലെ അൻപുവില്ലത്തിൽ എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ടൗണിൽ നിന്ന് അല്പം മാറി ഗ്രാമത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയും ഏറ്റുവാങ്ങി ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമയായ ജോസഫ് സെബാസ്റ്റ്യൻ എന്ന മനുഷ്യസ്നേഹി ദാനമായി നൽകിയ 30 സെന്റിലാണ് ഫാദർ രാജേഷ് MCBS സ്ഥാപിച്ച അൻപുവില്ലം എന്ന പുണ്യഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം തെങ്കാശിയിലെ വടകരയിലും പിന്നീടിപ്പോൾ കോയമ്പത്തൂരിലും അൻപുവില്ലം പ്രവർത്തിച്ചു വരുന്നു. ചില ദിവസങ്ങളിൽ അച്ഛൻ തെങ്കാശിയിൽ നിന്നും കോയമ്പത്തൂരിലെ അൻപുവില്ലത്തിലേക്ക് വരാറുണ്ട്. ഇങ്ങനെയുള്ള യാത്രകൾക്കിടയിൽ പലരോടും കെഞ്ചി വാങ്ങിയ സാധനങ്ങളാണ് ഈ വാഹനത്തിൽ. ഈ മലയാളി വൈദികൻ അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ ഫ്രാൻസിസ് അസീസി എന്നാണ്. വചനം ജീവിക്കുന്ന ഒരു വൈദികൻ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, വിശക്കുന്നവന് അന്നമായി, തെരുവിൽ കഴിയുന്നവന് അപ്പനായി, അസീസിയിലെ തെരുവിൽ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഫ്രാൻസിസ് അസീസിയെപ്പോലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ഒരുപക്ഷെ നഗ്നന് ഉടുതുണിയുടെ രൂപത്തിൽ, വിശക്കുന്നവന് ഒരു നേരത്തെ അന്നത്തിൻ്റെ രൂപത്തിൽ തനിക്ക് സാധിക്കുന്നിടത്തെല്ലാം എത്തുന്നു ഈ വൈദികൻ. അതാണ് ഫാദർ രാജേഷ് MCBS. ഇത് ഫാദർ ബിനു കുര്യൻ MCBS. കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ സ്വയം ഏറ്റുവാങ്ങിയ ഊർജ്ജസ്വലനായ വൈദികൻ. അൻപുവില്ലത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ചുറുചുറുക്കോടെ പ്രവർത്തിച്ചു വരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ദിവ്യകാരുണ്യ ഈശോയോട് ഒത്തിരിയധികം ഭക്തി ഉണ്ടായിരുന്നു. ഈശോയെ എനിക്ക് ഒത്തിരി സ്വീകരിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ അച്ഛനാകാൻ വേണ്ടി ചേർന്നതും പഠിച്ച് വീണ്ടും അച്ഛനായി കഴിഞ്ഞപ്പോഴാണെങ്കിൽ പ്രൊവിൻഷ്യൽ അച്ഛൻ അൻപുവില്ലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരിയധികം സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളുടെ സഭയുടെ ആ ഒരു ചൈതന്യവും സിദ്ധിയും അതെല്ലാം ജീവിക്കാൻ പറ്റിയ നല്ലൊരു ഇടമാണ് അൻപുവില്ലം. ഈ തെരുവിൽ അലയുന്ന മക്കളെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിശുദ്ധ കുർബാനയിൽ ഈശോ ചെയ്യുന്ന പോലെ ഈ പാവങ്ങൾക്ക് വേണ്ടി മുറിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ ആരോഗ്യത്തെയും സമയത്തെയും എനിക്കുള്ളതെല്ലാം എൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് ഇവിടെയാണ്, ഈ ഒരു അൻപുവില്ലത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അത് ഒത്തിരിയധികം എൻ്റെ ജീവിതത്തിന് സന്തോഷം നൽകുന്നുണ്ട്. പൗരോഹിത്യം സ്വീകരിച്ച സമയത്ത് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റിയ, ഏറ്റവും ലളിതമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് എന്നെ ദൈവമേ അയക്കണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷെ അതനുസരിച്ച് ദൈവം അതുപോലത്തെ ഒരു സിമ്പിളായിട്ട് ലളിതമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരിടം, ആ കുർബാനയുടെ ചൈതന്യം ജീവിക്കാൻ പറ്റിയ ഒരിടത്തിലായിരിക്കുമ്പോൾ ഒത്തിരിയധികം സന്തോഷമാണ്, ഒത്തിരിയധികം ആത്മസംതൃപ്തിയുണ്ട്. ഇനിയും ഇവിടെ എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ പോലും എനിക്ക് താല്പര്യമാണ്. ആദ്യം തുടങ്ങിയ തെങ്കാശിക്കടുത്തുള്ള വടകരയിൽ 150ഓളം അനാഥരെ സംരക്ഷിക്കുന്ന അൻപുവില്ലം എന്ന സ്ഥാപനം കൂടാതെ 2024 മാർച്ച് മുതൽ കോയമ്പത്തൂരിലും അൻപുവില്ലം എന്ന സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. ഈ കാഴ്ചയുടെ പിന്നാലെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് വെളിപ്പെട്ടത്. ഇത് ഫാദർ സൂരജ് കടവിൽ MCBS. ഇവിടെ കോയമ്പത്തൂരിനടുത്ത് സങ്കാലിപ്പാളയത്തിലെ ശാന്തസുന്ദരമായ പ്രദേശത്ത് അൻപുവില്ലത്തിൻ്റെ ചുമതലക്കാരനായ വൈദികൻ. കേവലം 5 വർഷത്തിനിടയിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഇദ്ദേഹം
വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന ദീപമായി ഇങ്ങനെ തെരുവിൽ പിച്ചിയെടുത്ത് നടക്കുന്നത്. ലോഹയുടെ ചുളുക്കമോ ചീഞ്ഞ പച്ചക്കറിയുടെ കറയോ ഇദ്ദേഹത്തെ തെല്ലും മടുപ്പിക്കുന്നില്ല. ഈ പിച്ചതണ്ടലിൽ ചിലയിടങ്ങളിൽ ഒന്നുമില്ല എന്ന മട്ടിൽ പറഞ്ഞു വിടുന്നതും അപമാനിക്കപ്പെടുന്നതും ഞാൻ കണ്ടു. എന്നാൽ കൂടുതൽ പേരും ആ സ്നേഹവായ്പിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ വാരിക്കോരി കൊടുക്കുന്നതിനും ഞാൻ ദൃക്സാക്ഷിയായി. ചിലരെ ഈ പ്രവൃത്തിയുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുവാൻ ഒരിക്കൽ അൻപു ഇല്ലത്തിലേക്ക് വരാനും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും ക്ഷണിക്കുന്നതും കണ്ടു. രാത്രി ഏതാണ്ട് 9:30 മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോഴും നല്ല തിരക്ക്. ഈ തിരക്കുകൾക്ക് ശേഷമാണ് അച്ഛൻ്റെ ഊഴം എത്തിയത്. ചില കച്ചവടക്കാർ കാത്തു നിൽക്കാൻ പറയുമ്പോൾ കാത്തു നിൽക്കുന്നു. ഇന്നില്ല എന്ന് പറയുമ്പോൾ അതും കേട്ടു. എന്നാൽ ആ അഗതികൾക്കായി നേരത്തെ തന്നെ സാധനങ്ങൾ മാറ്റിവെച്ചവരെയും കൂട്ടത്തിൽ കണ്ടു. നിയമാവർത്തനം 24:21 പറയുന്നത് പോലെ മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാലാപെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. സത്യത്തിൽ ഇവിടെ അത് അന്വർത്ഥമാകുകയാണ്. തന്നവരെയും തരാത്തവരെയും അനുഗ്രഹിച്ചാണ് അടുത്ത കടയിലേക്ക് ആ വൈദികൻ പോകുന്നത്. நல்ல இறக்க குணமுள்ள உள்ளங்களால் நடந்து போகுது. தேசகுணம் போகும் பகுதிக்கு இதுவும் கிடையாது. ഇങ്ങനെ ഈ അപൂർവ കാഴ്ച കണ്ട് ചിലർ അച്ഛനോട് മൊബൈൽ നമ്പർ മേടിക്കുന്നതും ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിടിഞ്ഞ് എനിക്ക് വീണ്ടും ചിത്രീകരിക്കാനുള്ള ഒരു കരുത്ത് കൈവന്നത്. இப்படி கிடைക്കുന്നതാണ് എന്നോട് അദാനി അംബാനി എല്ലാം ഇങ്ങനെ ഇതുമാതിരി ഉള്ളത്. இறக்க குணமுள்ள நல்ல பேக்கெட் பண்ணி எல்லாம் கரெக்டா. சரி நாங்க அந்த ஊர்ல இருந்து வந்து 30 வருஷம் ஆச்சு. 30 வருஷம் ஆச்சு. இப்ப ரேஷன் கடைல அங்க இருக்கு. അങ്ങനെ രാത്രി 1 മണിയോടെ തിരികെ അൻപു ഇല്ലത്തിൽ എത്തി. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴും അച്ഛൻ ജോലിയിൽ തന്നെയായിരുന്നു. വെളുപ്പിനെ 5 മണിക്ക് എന്നെ വിളിച്ചുണർത്തി അടുത്തുള്ള വിശ്വാസപുരം എന്ന സ്ഥലത്ത് സ്കൂളിൽ കുർബാന ചൊല്ലാൻ പോയപ്പോൾ എന്നെയും കൂട്ടി. തിരിച്ചെത്തിയപ്പോൾ റോമിയോ അലോഷ്യസ് എന്ന ഒരു നല്ല സമറായൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ അരിഞ്ഞ് പാചകത്തിന് തയ്യാറാക്കുന്നു. ശമ്പളത്തോടു കൂടിയുള്ള ജോലിക്കാരാണെങ്കിലും മഹത്തരമായ ശുശ്രൂഷ തന്നെയാണ് ഇവർ അനുഷ്ഠിക്കുന്നത്. അന്ന് ഞായറാഴ്ചയായതുകൊണ്ട് ഈ പരിസരത്ത് പ്രവർത്തിക്കുന്ന നേഴ്സിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും എത്തുന്ന കുട്ടികൾക്ക് വേണ്ടി വീണ്ടും വിശുദ്ധ കുർബാന. അതിനുശേഷമാണ്
ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രാർത്ഥിച്ച് പാക്കിംഗ് നടത്തുന്നതും യഥാർത്ഥ അവകാശിയുടെ കയ്യിൽ നേരിട്ട് എത്തിക്കുന്നതും. മുன்னாடி ഒപ്പിക്കുന്നു. ആണ്ടവരെ ആശീർവദിക്കണമേ. ഇത് സാപ്പിടുന്നവർക്ക് ഉയർക്ക് നല്ല ബലവത്തും നല്ല കാരണമാകണമേ. ഇങ്ങനെ തെങ്കാശിയിലെ വടകരയിൽ 250, പാവൂർ സത്രം 200, രാജപാളയം 50, ഇവിടെ കോയമ്പത്തൂരിൽ 250, അങ്ങനെ ആകെ 750 പേർക്കാണ് ഒരു ദിവസം അൻപുവിലും ഭക്ഷണം ഇതൊരു മിഷൻ സെന്റർ കൂടിയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഗംഗ നഴ്സിംഗ് കോളേജ്, ഇവിടെയുള്ള അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള മലയാളി കുട്ടികൾ, സീറോ മലബാർ, മലങ്കര, അങ്ങനെയുള്ള അവിടെയുള്ള കുട്ടികളെല്ലാം ഇവിടെ വന്ന് കുർബാനയ്ക്കൊക്കെ വരുന്നു. അവരാണ് ഇവിടെ ഞായറാഴ്ച ദിവസത്തെ പാക്കിംഗ് കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ അവര് സഹായിക്കുന്നു. ശുശ്രൂഷയുടെ നടുനായകത്വം വഹിക്കുന്നത് സൂര്യച്ചനാണ്. ഒരല്ലല്ലാതെ മൊത്തം കൊണ്ടുപോവുകയും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അച്ഛന്. എല്ലാ ഞായറാഴ്ചയും നമ്മള് മക്കൾക്ക് ബിരിയാണിയാണ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരാഴ്ചയിൽ 2 നോൺ വെജ് കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ ശൈവ സാപ്പാട് അല്ലെങ്കിൽ വെജിറ്റേറിയൻ സാപ്പാടാണ് ഇവിടെ മക്കൾക്ക് കൊടുക്കുക. നമുക്ക് ഈ കായ്കറികളൊക്കെ ലഭിക്കുക, നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ തെരുവിൽ ചെന്ന് ചോദിച്ച്, പ്രത്യേകിച്ച് മാർക്കറ്റുകളിൽ ചെന്ന് ചോദിച്ച് പിച്ചയെടുത്താണ് ഇതിനുള്ള വകകൾ നമ്മൾ കണ്ടെത്തുക. അതോടൊപ്പം തന്നെ ഒരു രീതിയിലുള്ള കോംപ്രമൈസും നമ്മൾ ഈ ഭക്ഷണത്തിൽ വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഹൈജീൻ എല്ലാം വളരെ കൃത്യതയോടെ പാലിച്ച് നല്ല ഭക്ഷണം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. കാരണം വിശുദ്ധ കുർബാനയുടെ ഒരു ശുശ്രൂഷയും കൂടിയാണിത്. ഞങ്ങൾ പരിശുദ്ധ കുർബാന ഏറ്റവും വിശുദ്ധിയോടെ അർപ്പിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒന്നുചേർന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യാം. ഈ തെരുവിലുള്ള മക്കളിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നത്. இதில் பங்கெடுக்கிறதுல எங்களுக்கு ரொம்ப சந்தோஷம். ஏன்னா கடந்த மார்ச் மாதத்தில் இந்த ஆதரவற்ற முதியோருக்கு, ஏழைகளுக்கு வீட்டில் உடனே சாப்பாடு கொடுக்குற ஆரம்பித்தாங்க. 108 சாப்பாட்டில் ஆரம்பித்து இன்றைக்கு ஒவ்வொரு நாளும் 250 பேருக்கு இந்த ஏரியாவில் ஏறக்குறைய ஒரு 10-15 கிலோமீட்டர் சுற்று வட்டாரத்தில் இவங்க வீட்டுக்கே கொண்டு போய் அந்த சாப்பாடை கொடுக்குறாங்க. ഇവിടെ 2 ബൈക്കുകളിലായി തെരുവിലേക്ക് 2 ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. നേരിൽ കാണാനുള്ള ഒരു കൗതുകത്തിന്റെ പേരിൽ ഞങ്ങളെയും കൂടെ കൂട്ടി. ഒരു കിലോ അരിക്ക് 69 രൂപ ഇവിടെ. ആ സെയിം അല്ല, ഇത് വേറെ അരിയല്ലേ? ഇത് ഇവർ ഈ പൊന്നിയരിശി കഴിക്കുള്ളൂ. ഈ പൊതിക്ക് വേണ്ടി മനുഷ്യർ പലയിടങ്ങളിലും കാത്തു നിൽക്കുന്ന കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. ഭക്ഷണം കൊടുത്ത് അച്ഛൻ അവരുടെ ക്ഷേമവും അന്വേഷിച്ച് പരാതി വല്ലതുമുണ്ടോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞാണ് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നത്. വിതരണത്തിന് പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. അവരോടും ഈ പ്രവർത്തനത്തിന്റെ കാര്യം വിശദീകരിക്കുകയും അൻപുവില്ലത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി 9 മണിയാവും മീനിയാണ്. விசிட் பண்ணோம் கேட்டோ நீங்க எல்லாம் விசிட் பண்ணோம் நம்ம எல்லாம் சேர்ந்து ചെയ്യുന്നത് இல்ல நாங்க யோசனை பண்ணோம் நான் இது அன்பு இல்லன்னு சொல்லிட்டு கவுண்டமலை ஒன்னு இருக்கு இல்லீங்களா அந்த ஒரு ட்ரஸ்ட் கருணை இல்ல அன்பு இல்லன்னு வந்ததனால அது ஒரு நீங்க எல்லாம் ஐ வாண்ட் டு வெல்கம் யூ நீங்க எல்லாம் வரவேற்பு இந்த கோவில் மாதிரி തന്നെ വിശുദ്ധமான ഇടം അത് கண்டிப்பா கண்டிப்பாங்க புனிதமான இடம்
ശരി ശരി മക്കളെ കേട്ടോ കൊടുക്കും. പ്രായാധിക്യത്തിലും ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ളവരുടെ ഇടയിലേക്ക് நல்லா இருக்கா? டெய்லி சாப்பாடு கிடைக்குதா? ஆனா நல்ல சாப்பாடா? கறிയൊക്കെ கிடைக்குதா? கறிയൊക്കെ கிடைக்குதா? எல்லாம் கிடைக்குது. எல்லாம் நல்லா சாப்பிடணும் கேട്ടോ. நீங்க கண்டிப்பா எல்லாமே சாப்பிட வேணும். ഡെയിലി கிடைக்குது അല്ലേ? ഒരു തടവെങ്കിലും கிடைக்காതെ വന്നാല് അവരോട് ചൊല്ലി ഫാദർ അടുത്ത് ചൊല്ലണമെന്ന് പറയാം കേട്ടോ. കേട്ടോ, നിങ്ങൾക്ക് സാപ്പാട് തരുന്നതിനാകെയാണ് ആണ്ടവർ എന്നെ അനപ്പിയിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ അവകാശം. ശരി ശരി. ഈ തകർന്ന വീട്ടിലാണ് ഈ അമ്മ ഇപ്പോഴും താമസിക്കുന്നത്. അമ്മ നല്ല ചൂട് കേട്ടോ. അങ്ങ പോയി ഉட்கார വാങ്ങ. അങ്ങ പോയി ഉட்கார വാ. നടക്കാൻ പറ്റില്ലെന്ന് കൂട്ടിയിട്ട് പോകും. അച്ഛനാ ചോറും ഞാൻ പിടിക്കാം. ചൂടല്ലേ? ഈ പ്രായത്തിനിടയിൽ എത്രയോ മക്കളെയും കൊച്ചുമക്കളെയും താലോലിച്ചവരായിരിക്കും ഇവർ. എന്നാൽ ഇന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇവിടെ ഒരു അമ്പലത്തിൽ, ഇവിടെ ജാതിയോ മതമോ വർഗമോ നിറമോ ഇദ്ദേഹത്തിന്റെ നിഘണ്ടുവിലില്ല. അങ്ങനെ യഥാർത്ഥ ആവശ്യക്കാരെ മാത്രം തേടിപ്പിടിച്ച് അന്നം കൊടുക്കും. സന്തോഷമായിരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ശരി പോട്ടെ. അങ്ങനെ യഥാർത്ഥ ആവശ്യക്കാരെ മാത്രം തേടിപ്പിടിച്ച് അന്നം കൊടുക്കുന്നു. ഒരു ദിവസത്തേക്കല്ല, ഓരോ സ്ഥലത്തും തുടങ്ങിയ അന്ന് മുതൽ. ஓ லட்சுமி அம்மா, என்ன அம்மா காலுக்கு இப்படி இருக்கிறது? காலு ரெண்டும் வீங்கி இருக்குல்ல? ஓ ஓகே, இங்கே உட்கார. ஓ சாப்பாடு சரி கிடைக்குதா? ഓ കാലെല്ലാം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അയ്യോ ഓ இந்த காலம் முடியாதுல்ல. சாப்பிடுதா? ഇനിയും വിതരണത്തിന്റെ വീഡിയോ എടുക്കേണ്ടെന്ന് എനിക്ക് താക്കീത് തന്നു. ഈ സമയം വരെയും വിതരണം നടത്തിയത് 10 എണ്ണം മാത്രമാണ്. ഇനിയും ഈ വണ്ടിയിൽ മാത്രം 115 എണ്ണം ബാക്കി. എന്ന് പറഞ്ഞാൽ 115 ദയനീയ അവസ്ഥകൾ ഇനിയും. അങ്ങനെ 5 ഇല്ലം ഒരു ദിവസം വിതരണം ചെയ്യുന്ന ഭക്ഷണപ്പൊതികളുടെ എണ്ണം 750 ഒട്ടിയ വയറുകൾ. എല്ലാം നിങ്ങളെപ്പോലെയുള്ള സുമനസ്സുകൾ നൽകിയ പണം കൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ നടന്നു പോകുന്നത്. കൂടാതെ 5 ഇല്ലത്തെ 150 മക്കളും അവർക്കുള്ള മരുന്നും ഭക്ഷണവും. ഇതിനേക്കാൾ ദയനീയ കാഴ്ചകൾ ഇനിയും. തിരികെ വാഹനത്തിനടുത്തെത്തിയപ്പോൾ അച്ഛനെ സ്നേഹവായ്പ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന സാധുക്കളെയാണ് കാണാൻ കഴിയുന്നത്. சமைக்கிறது அல்ல ഞങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് വേറെ சாப்பாடு கிடையாது. இருக்கிற சாப்பாடு தான் ഞങ്ങൾ சாப்பிடுறோம். எல்லாரும் சாப்பிடுறோம். நாங்களும் அதே சாப்பாடு தான் சாப்பிடுறோம். கேட்டோ? இந்த ஃாதர் பெரிய ஃாதர் தென்காசியில் இருக்கிறாரு. கேட்டோ? நீங்க தானே பெரியவர். ഈ പ്രവൃത്തിയെ എന്ത് പേര് ചൊല്ലി വിളിക്കും? നമുക്ക് കുറച്ച് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് മനുഷ്യരുടെ കയ്യിലും മനസ്സിൽ കാര്യം കർത്താവിന്റെ സുവിശേഷം അച്ഛന്മാർ ജീവിക്കുന്നുണ്ട്. തമിഴർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പോലെ ഞാനും വിളിക്കുകയാണ്
തമിഴ്നാട്ടിലെ ഫ്രാൻസിസ് അസീസി. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്.